നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് തിരിച്ചടിയായി സൗദിയുടെ പുതിയ തീരുമാനം. സൗദി അറേബ്യയിൽ സ്വകാര്യ സ്ഥാപനത്തിലെ സ്വദേശിവൽക്കരണത്തിന്റെ തോത് 45.33% വരെയാക്കി ഉയർത്തിയതായി റിപ്പോർട്ട്. നിലവിൽ ഇത് 35.15%. പരിഷ്കരിച്ച സൗദിവൽക്കരണ പദ്ധതി 3 വർഷത്തിനകം നടപ്പാകും. നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങളെ തരം താഴ്ത്തുമെന്നും അധികൃതർ അറിയിച്ചു. ഇതോടെ മലയാളികളടക്കം ഒട്ടേറെ പേർക്ക് ജോലി നഷ്ടമാകും. സൗദിവൽക്കരണം പാലിക്കാത്ത ചുവപ്പ് പട്ടികയിലെ സ്ഥാപനങ്ങൾക്ക് പുതിയ തൊഴിൽ വിസ, വർക്ക് പെർമിറ്റ് പുതുക്കൽ, പുതിയ വർക്ക് പെർമിറ്റ് അനുവദിക്കൽ, തൊഴിൽ മാറ്റം, സ്പോൺസർഷിപ്പ് മാറ്റം എന്നിവയടക്കം മന്ത്രാലയത്തിൽ നിന്നുള്ള സേവനങ്ങൾ വിലക്കും. കമ്പനി ഉടമയുടെ അനുമതി കൂടാതെ തൊഴിലാളികളെ സ്പോൺസർഷിപ്പ് മാറ്റാനും അനുവദിക്കും. തൊഴിൽ രംഗത്തെ സ്വദേശിവൽക്കരണം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുന്നതായി സൗദി അറേബ്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സൗദിയിലെ സ്വകാര്യ രംഗത്തെ തൊഴിലുകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സ്വദേശിവൽക്കരണം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. മാനവവിഭവശേഷി മന്ത്രാലയമാണ് താഴെത്തട്ടിലെ ജോലികളും സ്വദേശിവൽക്കരണത്തിനായി പരിഗണിക്കുന്നത്. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുന്നതിന് സ്വകാര്യ മേഖലയിലെ സ്വദേശിവൽക്കരണം വർദ്ധിപ്പിക്കുന്നതിനാണ് പദ്ധതി. മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് ഇതിനുള്ള നീക്കം ആരംഭിച്ചത്. നിലവിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കിയ തസ്തികകളുടെ അനുബന്ധ മേഖലകളിൽ കൂടി സ്വദേശിവൽക്കരണം നടപ്പിലാക്കും. ഇതിന്റെ ഭാഗമായി സ്വദേശി തൊഴിലന്വേഷകർക്ക് പ്രത്യേക തൊഴിൽ പരിശീലനം ഉണ്ടാകും. തൊഴിൽ വിപണിയുടെ ആവശ്യകതയ്ക്കനുസരിച്ച് ഉദ്യോഗാർത്ഥികളെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യം. ഉന്നത ഇടത്തരം തസ്തികകളിൽ ഘട്ടം ഘട്ടമായി ഇതിനകം സ്വദേശിവൽക്കരണം നടപ്പിലാക്കിയിട്ടുണ്ട്. അക്കൌണ്ടിംഗ്, എഞ്ചിനീയറിംഗ്, ഫാർമസി, ഡെന്റൽ, IT തുടങ്ങിയ മേഖലകളിലെ സൂപ്പർവൈസിംഗ് മാനേജർ, അസിസ്റ്റന്റ് മാനേജർ തുടങ്ങിയ ജോലികളിലെ ഉയർന്ന തസ്തികകളിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നുണ്ട്. മന്ത്രാലയത്തിന്റെ സ്വദേശിവൽക്കരണ പദ്ധതി വഴി രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 12.6% തൊഴിലില്ലായ്മ നിരക്ക് ഇപ്പോൾ 11.7 കുറഞ്ഞിരുന്നു. അതേസമയം കുവൈറ്റിലും സർക്കാർ മേഖലയിൽ സ്വദേശിവൽക്കരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ മാൻപവർ അതോറിറ്റി പ്രത്യേക നടപടികൾ സ്വീകരിച്ചിരുന്നു. പൊതുമേഖലയുമായി ബന്ധപ്പെട്ട കരാർ ജോലികളിൽ ഉൾപ്പെടെ സ്വദേശിവൽക്കരണം വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് കുവൈറ്റ് വ്യവസായ യൂണിയനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം അതോറിറ്റിയിലെ ദേശീയ തൊഴിൽ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ അബ്ദുള്ള അൽ മുത്തൈതെ പറഞ്ഞു. സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും സ്വദേശികൾക്ക് തൊഴിൽ സംവരണത്തിന് നിശ്ചിത തോത് നിർണ്ണയിച്ചിട്ടുണ്ട്. സർക്കാർ പദ്ധതികളിലും നിശ്ചിത ശതമാനം സ്വദേശികളായിരിക്കണമെന്ന് വ്യവസ്ഥ കൊണ്ടുവരും. ബാങ്കിംഗ് മേഖലയിൽ സ്വദേശികൾക്ക് തൊഴിലവസരം ലഭ്യമാകുന്നതിന് വാർഷിക പദ്ധതി ഫെബ്രുവരിയിൽ നടപ്പാക്കും. സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും സ്വദേശി സാന്നിധ്യം തുല്യമാക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശമുണ്ട്. സാധ്യതകളെക്കുറിച്ച് അധികൃതരുടെ സഹകരണത്തോടെ വിശദമായ പഠനം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്കുള്ള സംവരണ തോത് വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം സിവിൽ സർവീസ് കമ്മീഷൻ പരിഗണനയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.